إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ മഹത്തരമായ ഖുദ്സിയായ ഒരു ഹദീസ് അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് പറയുമ്പോൾ തന്റെ ഇരു കാൽമുട്ടുകളിലും വീണുകൊണ്ടാണ് ഈ ഹദീസ് പറയാറുള്ളത്. അഥവാ അള്ളാഹുവിനോടുള്ള മഹത്വം എന്നോണം. ഏതാണ് സഹോദരങ്ങളെ ആ ഹദീസ്? അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? യാ ഇബാദി, എന്റെ അടിമകളെ. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ, അടിമകളെ, എന്റെ അടിമകൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാനിതാ സ്വന്തത്തിന് തന്നെ അക്രമം അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ധന്യനാണ്. അതിനാൽ തന്നെ ഒരാളോടും അനീതി കാണിക്കേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം ഒരാളോട് അനീതി കാണിക്കുക എന്നുള്ളത് അയാളുടെ കയ്യിലുള്ളതിലേക്ക്, അതല്ല എങ്കിൽ അയാളുടെ അടുക്കലുള്ളതിലേക്ക് ആവശ്യക്കാരനാണ് എന്നത് അറിയിക്കുന്നതാണ് ഒരാളോട് അക്രമം കാണിക്കുക എന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗനിയാണ്, ധന്യനാണ്, ഹമീദുമാണ്. അതിനാൽ തന്നെ ഒരാളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല. അതിന്റെ ആവശ്യവും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇല്ല തന്നെ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഉറുമ്പിന്റെ കാലടിയോളം പോലും ഒരാളോടും അനീതി കാണിക്കുകയില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വഅന്ന അല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അവന്റെ അടിമകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വന്തത്തിന് തന്നെ അനീതിയെ ഹറാമാക്കിയത് അതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അതിനാൽ തന്നെ നമുക്കിടയിലും ആ അനീതിയെ ഹറാമാക്കി. അല്ലാഹു പറയുന്നു, ഫലാ തസാലമു, അതിനാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനീതി കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവാണ് നമ്മോട് പറയുന്നത്. അത് ഹറാമാണ്. അതിനാൽ തന്നെ അതിയായി സൂക്ഷിക്കണം സഹോദരങ്ങളെ. ഒരാളുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അങ്ങനെയുള്ള സംസാരങ്ങളും പ്രവൃത്തികളും നമ്മുടെ അടുക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് അപഹരിച്ചെടുക്കുക എന്നത് അത് അനീതിയാണ്. അതും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം സഹോദരങ്ങളെ, നാളെ ഒരു ദിവസം വരാനുണ്ട്, വല്ലാഹി നാളെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് നീ ചെയ്ത ഈ അനീതി അതിന് പകരമായി ചോദിക്കും. ആരോടാണോ നീ അനീതി കാണിച്ചത്, അവർ നാളെ റബ്ബിന് മുന്നിൽ വന്നുകൊണ്ട് പറയും, റബ്ബേ ഇവൻ എന്നോട് അനീതി കാണിച്ചിട്ടുണ്ട്.
അന്ന് പകരമായി നൽകാൻ ദീനാറോ ദിർഹമോ നമുക്ക് ഉപകാരപ്പെടുകയില്ല. ദുനിയാവിൽ ധാരാളമായി നമ്മൾ സമ്പാദ്യം സ്വരുകൂട്ടി വെച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. കാരണം നാളെ നന്മ തിന്മകൾ പരസ്പരം കൈമാറിക്കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പകരമായി ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നാളെ ചില ആളുകൾ വരും, അവർ തിഹാമ പർവ്വതത്തോളം അല്ലെങ്കിൽ പർവ്വത സമാനമായ നന്മകൾ അത് ചെയ്തിട്ടായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ വേണ്ടി അവർ വരിക. എന്നാൽ അവർ പലരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്, പല ആളുകളെയും അടിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, രക്തം ചീന്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഉണ്ടാവുക? ആരോടാണോ ഇവർ അനീതി കാണിച്ചത്, അവർക്ക് ഈ അനീതി കാണിച്ച ആളുകൾ ആരാണോ അത് ചെയ്തത്, അവരുടെ നന്മകൾ ഇവർക്ക് മേൽ വഹിക്കപ്പെടും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ പോലും അറിയാതെ മറ്റുള്ള ആളുകൾക്ക് പോവുകയാണ് നമ്മൾ അനീതി കാണിക്കുന്നുണ്ട് എങ്കിൽ. ഇനി നമ്മുടെ നന്മകളൊക്കെ തീർന്നുപോയി, നമ്മൾ ധാരാളം അനീതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവരുടെ തിന്മകൾ ആരാണോ അനീതി കാണിച്ചത് അവർക്കുമേൽ വഹിക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്തായിരിക്കും ആ ഒരു അവസ്ഥ? മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇത്തഖുസ്സുൽം, നിങ്ങൾ അനീതിയെ സൂക്ഷിക്കണം, നിങ്ങൾ അനീതിയെ സൂക്ഷിക്കണം. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമൽ ഖിയാമ. കാരണം അനീതി എന്ന് പറയുന്നത് നാളെ ഖിയാമത്ത് നാളിൽ ഇരുട്ടിലായ അവസ്ഥയിലായിരിക്കും, ഇരുട്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ഗൗരവമുള്ളതാണ്. നമ്മൾ ആരും ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല നമുക്ക് കീഴിലുള്ള ആളുകൾ അവരോട് നമുക്ക് അനീതി കാണിക്കാൻ അനുവാദമുണ്ട് എന്ന് ഒരാളും കരുതാൻ പാടില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. ആ 10 വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് അതല്ല എങ്കിൽ എന്റെ അനസേ നീ ഇങ്ങനെ ചെയ്തു, അതല്ല എങ്കിൽ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അവിടുത്തെ ഖാദിമായ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ കീഴിലുള്ള ഭാര്യമാർ അതിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അവിടുന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സഹാബിമാർ പറയുകയാണ്, മാ ളറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ ലഹു വലം റഅതൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരെയോ അതല്ല എങ്കിൽ അവിടുത്തെ സേവകന്മാരെയോ വലാ ളറബ ബിയദിഹി ശൈആ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കരങ്ങൾ കൊണ്ട് അടിച്ചിട്ടില്ല. ഒരു കാര്യത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് അവിടുത്തെ സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്. അതിനാൽ സഹോദരങ്ങളെ, വിഷയം അത് ഗൗരവമുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കീഴിലുള്ള ആളുകൾ ഒരിക്കലും നമുക്ക് അനീതി ചെയ്യാനുള്ള ആളുകളല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മൾ പെരുമാറണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം സഹോദരങ്ങളെ, ഈ ഹദീസിൽ പിന്നീട് പറയുന്നത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അഥവാ നമ്മൾ അള്ളാഹുവിനോട് നേർമാർഗത്തിന് ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും വഴിതെറ്റിയ ആളുകളാണ്, നേർമാർഗം എന്താണ് എന്ന് അറിയാത്ത ആളുകളാണ്. ഇല്ലാ മൻ ഹദൈതു, ഞാൻ നേർമാർഗം കാണിച്ചവരൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദികും, അതിനാൽ നിങ്ങൾ എന്നോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തരാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഫവജദക ളാല്ലൻ ഫഹദാ, റസൂലേ, അങ്ങേ വഴിതെറ്റിയ അവസ്ഥയിൽ ഞാൻ കണ്ടു. ഫഹദാ, അല്ലാഹു റബ്ബുൽ ആലമീൻ നേർമാർഗം അങ്ങേക്ക് കാണിച്ചു തന്നു എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. മറ്റൊരു ഹദീസിൽ, മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരാണോ അള്ളാഹു നേർമാർഗം കാണിച്ചത് അവനാണ് ഹിദായത്തിലായവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയം മുർഷിദ, ഇനി ആരെയാണോ അള്ളാഹു വഴികേടിലാക്കിയത് അവനെ ഒരാൾക്കും നേർമാർഗത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവോട് എല്ലാ നിസ്കാരത്തിലും
ഓരോ റക്അത്തിലും നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് അവനോട് ഹിദായത്തിനെ ചോദിക്കുക എന്നുള്ളത്. നമ്മൾ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചുരുങ്ങിയത് 17 തവണ അള്ളാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേർമാർഗം നീ നമുക്ക് കാട്ടിത്തരണമേ എന്ന് ഓരോ മുഅ്മിനും അള്ളാഹുവോട് ചുരുങ്ങിയത് 17 തവണ ആവർത്തിച്ചു പറയുകയാണ്. ആരെയാണോ അള്ളാഹു നേർമാർഗത്തിലാക്കിയിരിക്കുന്നത് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, അവൻ അള്ളാഹുവെ സ്തുതിച്ചു കൊള്ളട്ടെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ആ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെക്കാൾ അധപതിച്ച ഒരു വിഗ്രഹത്തിന് മുന്നിലോ അതല്ല എങ്കിൽ ഒരു ശവത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയില്ല. ആലോചിക്കൂ സഹോദരങ്ങളെ, നമ്മളെ പോലെ ജീവിച്ച് മരിച്ച ചില ഔലിയാക്കൾ എന്ന് വാദിക്കുന്നവർ, അതുപോലെ തന്നെ ചില ബീവിമാരെന്ന് വാദിക്കുന്നവർ, അവർക്ക് മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയില്ല. അൽഹംദുലില്ലാ, നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നു. ഇത് ചെറിയ കാര്യമല്ല, ഇതൊരിക്കലും ചെറിയ കാര്യമല്ല. അതിനാൽ തന്നെ അള്ളാഹുവോട് നന്ദി വാക്കുകൾ നമ്മൾ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് വർദ്ധിപ്പിക്കണം. കാരണം നാളെ സ്വർഗ്ഗക്കാരുടെ വിശേഷണമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നത് എന്താണ്? വഖാലുൽ ഹംദുലില്ലാഹ്, വഖാലുൽ ഹംദുലില്ലാഹ്, സ്വർഗ്ഗക്കാർ പറയും അൽഹംദുലില്ലാഹ്. എന്തിനാണത്? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇതാ അള്ളാഹുവോട് അവർ സ്തുതിവാക്കുകൾ പറയുകയാണ്. എന്തിനാണത്? അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കിയിരുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഹിദായത്തിലാവുകയില്ല എന്ന് സ്വർഗ്ഗക്കാർ നാളെ പറയുമെന്നാണ്. അത് മാത്രമല്ല സഹോദരങ്ങളെ, നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ഖന്ദഖി യൻഖുലു മഅനാ അത്തുറാബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്ദഖിന്റെ വേളയിൽ നമ്മോടൊപ്പം, നോക്കണം അവിടുത്തെ വിനയം, ഞാൻ നേതാവാണ്, നിങ്ങൾ പണിയെടുക്കണം എന്നല്ല പറഞ്ഞത്, അവരോടൊപ്പം ചേർന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടങ്ങ് കുഴിക്കുന്നു. നോക്കൂ അവിടുത്തെ വിനയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടങ്ങ് കുഴിക്കുമ്പോൾ അവിടുന്ന് പട്ടിണിയിലാണ്, അവിടുത്തെ വയറ്റിൽ പട്ടിണി കാരണത്താൽ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ഓർക്കുന്ന കാര്യം അവിടുന്ന് പറയുന്നു, വഹു യഖൂൽ വല്ലാഹി, അല്ലാഹു തന്നെ സത്യം, അല്ലാഹു തന്നെ സത്യം, ലൗലല്ലാഹു മഹ്തദൈന, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഹിദായത്തിലാവുകയില്ല. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണത്. ലൗലല്ലാഹ് മഹ്തദൈന, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഹിദായത്തിലാകുമില്ല. വലാ സുന്ന വലാ സല്ലൈന, നമുക്ക് നോമ്പ് നോൽക്കാനോ നിസ്കരിക്കാനോ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ഒരടിമക്ക് അവന്റെ റബ്ബിനോട് കണ്ണിമ വെട്ടുന്ന നേരം പോലും റബ്ബിനെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല. മറിച്ച് ഏത് മേഖലയിലും റബ്ബിനെ ആവശ്യമാണ്, റബ്ബിലേക്ക് ആവശ്യക്കാരാണ് ഒരടിമ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും നന്മകൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് ഈ ഹദീസിൽ പറയുന്നത്, അല്ലാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതു ഫസ്തത്ഇമൂനി ഉത്ഇമുകും, യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു ഫസ്തക്സൂനി അക്സുകും. 2 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശപ്പുള്ള ആളുകളാണ്, നിങ്ങളെല്ലാ ആളുകളും വിശപ്പുള്ള ആളുകളാണ്, എന്നോട് നിങ്ങൾ ഭക്ഷണത്തിന് ചോദിക്കുക, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കാം. അതുപോലെ തന്നെ അല്ലാഹു പറയുന്നു, ഇതാ നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ്, നിങ്ങൾ എന്നോട് വസ്ത്രത്തെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞില്ലേ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമുഖത്ത് ഒരു നാൽക്കാലികളും തന്നെയില്ല, അതിന്റെ ഉപജീവനം അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു വാക്ക് ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, ഫഹുവ യഹ്ദീൻ, അവൻ എനിക്ക് നേർമാർഗം കാണിച്ചു തന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതും, വയസ്ഖീൻ, എന്നെ കുടിപ്പിക്കുന്നതും എന്റെ റബ്ബാണ്. വഇദാ മരിത്തു ഫഹുവ യശ്ഫീ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്നെ രോഗം മാറ്റി നല്ല അവസ്ഥയിലേക്ക് മാറ്റുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ,
നാളെ ഖിയാമത്ത് നാളിൽ എന്റെ പാപങ്ങളെല്ലാം പുറത്തു നൽകുമെന്ന് ഞാൻ ആഗ്രഹം വെച്ചു പുലർത്തുന്ന റബ്ബ്, അവനാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര മനോഹരമായ കാര്യമാണ് സകല സൃഷ്ടികളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആവശ്യകതകൾ ചോദിക്കുക എന്നത്. എത്ര മനോഹരമായ കാര്യമാണ്, എത്ര മനോഹരമായ കാര്യമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും, ഒരു അടിമയുടെ എല്ലാ കാര്യങ്ങളും അവന്റെ റബ്ബിനോട് ചോദിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും പറയാറില്ലേ, അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ നന്നാക്കണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, അതിലൊരു കാര്യം പോലും റബ്ബേ കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നിലേക്ക് എന്റെ കാര്യങ്ങൾ നീ ഏൽപ്പിക്കരുതേ എന്ന് ഒരടിമ രാവിലെയും വൈകുന്നേരവും പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചില്ലേ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും നമുക്കില്ല. എത്ര മനോഹരമായ കാര്യമാണ് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുക എന്നുള്ളത്. അതെത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും തന്നെ സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹ്, ഒരടിമ അവന്റെ റബ്ബിനോട് അവന്റെ ആവശ്യകതകളെല്ലാം തന്നെ റബ്ബിനോട് പറഞ്ഞുകൊള്ളട്ടെ. എത്രത്തോളം? ഹത്താ യസ്അലഹു ശിസ്അന അൻഹി ഇദൻ ഖതഅ, അവന്റെ ചെരുപ്പിന്റെ വാറ് നഷ്ടപ്പെട്ടാൽ പോലും അതും അവൻ അള്ളാഹുവിനോട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. മറ്റു ചിലർ സലഫുകളിൽ പെട്ട ചില ആളുകൾ മറ്റു ചിലർ പറയുകയാണ്, അവരുടെ നിസ്കാരത്തിൽ അവർക്ക് അവരുടെ മാവിനാവശ്യമായ ഉപ്പും അതുപോലെ തന്നെ അവരുടെ നാൽക്കാലികൾക്ക് വേണ്ട ഭക്ഷണവും അള്ളാഹുവോട് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. അള്ളാഹുവോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്ര ദിവസമായിട്ടുണ്ടാകും? എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവോട് നമ്മൾ ചോദിക്കാതെ തന്നെ ഇതാ നമ്മൾ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാഹ്. ഇനി ഇതാ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമുണ്ട്, രാത്രിയും ഭക്ഷണമുണ്ട്. ഇത് നമുക്ക് ചോദിക്കാതെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, റബ്ബിനോട് യഖീനോടുകൂടി നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തരില്ല എന്ന് ആലോചിക്കുന്നത് എത്ര വിഡ്ഢിത്തമായ കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുന്ന ഭാഗമാണ് ഇത്. ഇനി സഹോദരങ്ങളെ, ഹിദായത്തും അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഇതെല്ലാം റബ്ബിനോട് ചോദിച്ചു. അതല്ലെങ്കിൽ ഒരു അടിമ ചോദിക്കുന്നു, ഇനി മനുഷ്യനാണ് ഈ ചോദിക്കുന്നത്, ഒരിക്കലും മലക്കല്ല. അവന്റെ കാലിടറും, അവന് തെറ്റുകൾ സംഭവിക്കും, അവന് പല പ്രയാസങ്ങളും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും തെറ്റുകളും സംഭവിക്കും. എന്നാലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. അള്ളാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആ വിളി, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവിലും പകലിലും തിന്മകൾ ചെയ്യുന്നുണ്ട്, അതിനാൽ നിങ്ങളെ ഞാൻ വിട്ടുകളയുമെന്നാണോ പറയുന്നത്? അല്ല, അവിടുന്ന് പറയുകയാണ്, വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാമെന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, സമാനമായ ആയത്ത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നബിയെ അങ്ങ് പറയണം, സ്വന്തത്തോട് തന്നെ ധാരാളം അക്രമങ്ങൾ ചെയ്തു പോയ എന്റെ അടിമകളോട്. നോക്കൂ സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്താൽ മനുഷ്യ സഹജമാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരാളോട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കില്ല. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ നോക്കൂ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ തിന്മകൾ ചെയ്ത എന്റെ അടിമകളോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് റസൂലേ അങ്ങ് എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഖുദ്സിയായ ഹദീസ് പല ആളുകൾക്കും പറഞ്ഞതായി കാണാം. നമുക്ക് ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണിത് എന്ന്. ഏതാണ് സഹോദരങ്ങൾ? ഇതും ഖുദ്സിയായ ഒരു ഹദീസാണ്. അല്ലാഹു പറയുകയാണ്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതികളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി,
നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു നൽകാം. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാണ്, ഞാൻ നിനക്ക് പുറത്തു നൽകാം. നിനക്ക് എത്ര തന്നെ തിന്മകൾ ഉണ്ടായാലും ശരി, ഞാൻ പുറത്തു നൽകാം. നിർത്തിയോ? ഇല്ല. യബ്ന ആദം, നോക്കണം സഹോദരങ്ങളെ ഈ ഹദീസ്, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ സുമ്മ അസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. വീണ്ടും അള്ളാഹു പറയുകയാണ്, ആദമിന്റെ പുത്ര, നിന്റെ പാപങ്ങൾ ആകാശത്തോളം ഉണ്ട് എങ്കിലും നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പുറത്തു നൽകാം. കഴിഞ്ഞോ? ഇല്ല. അവിടുന്ന് പറയുകയാണ്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം പാപങ്ങളുമായി നീ എന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈആ, എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഞാൻ നിന്നെ കണ്ടുമുട്ടുക അത്രത്തോളം തന്നെ പാപമോചനവുമായിട്ടായിരിക്കുമെന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹു എത്രത്തോളം നമ്മോട് കാരുണ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സഹോദരങ്ങളെ, ഒരു പിതാവിനും ഒരു മാതാവിനും തന്റെ കുട്ടിയോടുള്ളതിനേക്കാൾ 10 മടങ്ങ് സ്നേഹം അള്ളാഹുവിന് ഒരു അടിമയോടുണ്ട് എന്നതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണോ നിങ്ങളെ വിചാരണയ്ക്ക് എടുക്കേണ്ടത്, അതല്ല നിങ്ങളുടെ മാതാപിതാക്കളാണോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, അള്ളാഹു എന്നെ വിചാരണയ്ക്ക് എടുത്താൽ മതി. കാരണം ഒരടിമയോട് അവന്റെ മാതാവിനും പിതാവിനും ഉണ്ടാകുന്നതിനേക്കാൾ സ്നേഹം റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുമ്മ ആ കുട്ടിയെ ഇങ്ങനെ തപ്പി നടക്കുകയാണ് യുദ്ധത്തിന്റെ വേളയിൽ. അങ്ങനെ പല കുട്ടികളെയും എടുത്തു നോക്കുമ്പോൾ ആ ഉമ്മയുടെ കുട്ടിയല്ല. അവസാനം ആ കുട്ടിയെ കിട്ടിയപ്പോൾ ആ ഉമ്മ ആ കുട്ടിയെ ചുംബിച്ചുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് പാല് കൊടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സഹാബിമാരോട്, നിങ്ങൾ കരുതുന്നുണ്ടോ ആ കുട്ടിയെ ശ്രദ്ധിക്കണം, ആ കുട്ടിയെ ആ മാതാവ് തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബിമാർ പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലല്ലാഹു, അവിടെ ഉറപ്പിച്ച് പറയുകയാണ്, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹാ, അല്ലാഹു തന്റെ അടിമകളോട് ഈ ഉമ്മയേക്കാൾ 10 മടങ്ങ് കാരുണ്യമുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇനി എന്ത് തടസ്സമാണ് നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ളത്? എന്ത് തടസ്സമാണുള്ളത്? അതിനുശേഷം സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു, നമ്മൾ എത്ര തന്നെ നന്മകൾ ചെയ്താലും എത്ര തന്നെ തിന്മകൾ ചെയ്താലും അള്ളാഹുവിനത് ഒരു ഗുണവും ദോഷവും വരുത്തുന്നില്ല. നോക്കൂ, അള്ളാഹു പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ. ചില ആളുകളെങ്കിലും കരുതും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരാനാണ് എന്നത്. അള്ളാഹു തന്നെ നമുക്ക് അറിയിച്ചു തരുന്നു, ഇന്നകും ലൻ തബ്ലുഗു ദർരി ഫതദുറുനി, നിങ്ങൾക്ക് എനിക്കൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊള്ളുക. യാ ഇബാദി, എന്നിട്ട് പറയുകയാണ്, വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഉനി, നിങ്ങൾക്കൊരു ഉപദ്രവവും ഉപകാരവും എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈആ, നിങ്ങളുടെ കൂട്ടത്തിലെ ജിന്നിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മനുഷ്യന്മാരിൽപ്പെട്ട ആളുകളും എല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെയായി. ഏറ്റവും നല്ല ഹൃദയത്തിനുടമയെ പോലെ ആയാലും അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് അതൊന്നും കൂടാനില്ല. നേരെ തിരിച്ചും നിങ്ങളുടെ കൂട്ടത്തിലെ ഇൻസും ജിന്നുമെല്ലാം ഫിർഔന്റെ ഹൃദയം പോലെയായി. ഏറ്റവും മോശപ്പെട്ടവന്റെ ഹൃദയം പോലെ ആയാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. നമ്മൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അതുപോലെ തന്നെ അവനെ അനുസരിക്കാനും ആവശ്യക്കാരായിട്ടുള്ളത് നമ്മളാണ്. അതല്ലാതെ അള്ളാഹുവിന് എന്തെങ്കിലും കൂടാനോ കുറയാനോ ഇല്ല. ദുനിയാവിലും പരലോകത്തും സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും നമ്മുടെ ഹൃദയം സമാധാനമടയാനും വേണ്ടി മാത്രമാണ് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതല്ലാതെ അള്ളാഹുവിന് വല്ല ഉപദ്രവമോ ഉപകാരമോ നമ്മൾ ചെയ്തതിനെ കൊണ്ടുണ്ടാവുകയില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അല്ലേ സഹോദരങ്ങളെ, അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നു, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമുദായത്തോടും നിങ്ങളോടും കൽപ്പിക്കുന്ന കാര്യം അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
അത് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ പറയുന്നു വഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ഗനിയൻ ഹമീദ. ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അള്ളാഹുവിന്റേതാണ്, അള്ളാഹു ധന്യനും ഹമീദുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അതിനാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അതിനാൽ തന്നെ നമ്മുടെ ഇബാദത്തിന്റെയോ അനുസരണയുടെയോ യാതൊരു ആവശ്യകതയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. അതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, റബ്ബിലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, പിന്നീട് ഹദീസ് അവസാനിക്കുന്നത് അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ അവന്റെ കാരുണ്യത്തിന്റെ വിശാലതയും അറിയിച്ചുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി فأعطيت كل إنسان مسألة ما نكس ذلك مما عندي إلا كما ينقص المخيط إذا أدخل البحر. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലെ ജിന്നുകളും ഇൻസുകളും എല്ലാവരും ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് എല്ലാവരും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അവർക്കെല്ലാവർക്കും അത് ഞാൻ നൽകി കഴിഞ്ഞാലും എന്റെ അടുക്കൽ നിന്ന് യാതൊന്നും തന്നെ കുറയുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷ കൈവിടുക? എങ്ങനെയാണ് റബ്ബിൽ നമ്മൾ ബരമേൽപ്പിക്കാതിരിക്കുക? എത്ര വിശാലമാണ് അവന്റെ കാരുണ്യം, എത്ര ഔദാര്യവാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ കരീമാണ്. അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയണം. നമ്മളിൽ പലർക്കും പറ്റുന്ന പ്രശ്നം എന്തെന്നാൽ, ആരാണ് അള്ളാഹു എന്നത് നമുക്ക് യഥാവണ്ണം അറിയില്ല. എന്താണ് അള്ളാഹു എന്നത് നമുക്ക് ആർക്കും യഥാവണ്ണം അറിയില്ല. അതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാളും തന്നെ അവനെ ധിക്കരിക്കില്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ആരാണ് മൻ അറഫല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മഹാല. ആരാണ് അള്ളാഹുവിനെ അവന്റെ നാമഗുണവിശേഷണങ്ങളോടുകൂടി അവനെ അറിയുന്നത്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഖേദകരമെന്ന് പറഞ്ഞാൽ നമുക്കാർക്കും യഥാവണ്ണം അള്ളാഹുവിനെ അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ വലിയ കഠിനമായ ഒരു ഖേദകരമായ കാര്യമായി മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം സഹോദരങ്ങളെ, അവന്റെ പരിപൂർണമായ നീതി അതറിയിക്കുന്ന കാര്യം പറയുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അമാലുക്കും ഉഹ്സിഹാ ലക്കും, നിങ്ങൾ ചെയ്ത ഓരോ അമലുകളും അത് കണക്കായി ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹ, അതിന്റെ പ്രതിഫലങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നിങ്ങൾ നന്മകൾ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തരിക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ, ആരാണോ അതിൽ നന്മകൾ കാണുന്നത്, അവന്റെ പ്രവർത്തികളിൽ നന്മ കാണുന്നത്, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, ഇനി അവൻ കാണുന്നത് മോശമായ കാര്യമാണെങ്കിൽ അവനെ തന്നെ പഴിച്ചു കൊള്ളട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് മഹത്തരമായ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിച്ചു തരും. നോക്കൂ സഹോദരങ്ങളെ, ഈ കാര്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അതിനോട് യോജിക്കുന്ന കാര്യമാണ്. എന്താണത്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ആരാണോ ഉറുമ്പിന്റെ കാലോളം നന്മകൾ ചെയ്തത് അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, ആരാണോ തിന്മകൾ ചെയ്തത് ആ ചെയ്ത തിന്മകൾ ഉറുമ്പിന്റെ കാലടിയോളമാണ് എങ്കിലും അതിന്റെ പ്രതിഫലവും അവന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും കേട്ടതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ എത്ര കാര്യങ്ങൾ അല്ലാഹു പറയുകയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് ഇത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിലേതെങ്കിലും ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ നിങ്ങൾ എന്നോട് ചോദിക്കണമെന്ന്? അതല്ല എങ്കിൽ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ എന്നെ മധ്യത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മളെ വഴിപിഴപ്പിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാർ മെനക്കെടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരു പടത്തിന്റെയും ആവശ്യമില്ല. അള്ളാഹുവോട് നമുക്ക് ആർക്കും ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും ചോദിക്കാം. ഒരാളുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. റബ്ബിദാ നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് എത്ര തവണയാണ് ഇവിടെ പറഞ്ഞത്? നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവസാന കാലത്ത് എന്റെ ഉമ്മത്തിൽ മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ ഉമ്മത്തിൽ ശിർക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.